ആ ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ എല്ലാരും? അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലടാ. അത് ഞാൻ മറന്നു. നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ. നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? ഞാൻ റെഡി. ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ. നല്ല കനമുണ്ട് അതിന്. അത് അച്ഛനിതാ, അച്ഛൻ നോക്കിക്കോളാം. എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോല് കൊണ്ട് അടിച്ചു വാരിക്കോ. എന്താ? ഓക്കേ. ആഹാ, എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ മുത്തശ്ശി? അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളും കൂടി. നല്ല കുട്ടികൾ. പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ ജനുവരി 1 ഒരു വർഷത്തിന്റെ തുടക്കമായത്? അതൊക്കെ വളരെ പണ്ട്, അതായത് BC 45 മുതലാണ് ജനുവരി 1 വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത്. അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട്. എന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും. പോയിട്ട് വരാട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുമോ? പോയിട്ട് വരാം. ടാറ്റാ. ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ. ഇതെന്ത് കഥ? അത് കൊള്ളാലോ. എന്തേലും ആവട്ടെ, വിശന്നിട്ട് വയ്യ. മുയൽ മേശപ്പുറത്ത് കണ്ട ചൂടുള്ള ഭക്ഷണമൊക്കെ സ്വാദോടെ കഴിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. മുയലിന് അത്ഭുതം ഇരട്ടിച്ചു. അങ്ങനെ അടുത്ത ദിവസവും മുയൽ പറഞ്ഞു. അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. പക്ഷെ അന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുയലിനൊരു സംശയം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ്. മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി. കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല. മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സുന്ദരിയോട് മുയൽ പറഞ്ഞു. എന്റെ സുന്ദരി, നീ ഇനി കലണ്ടറിലേക്ക് തിരിച്ചു പോകണ്ട. നമുക്കൊരുമിച്ച് ഇവിടെ താമസിക്കാം. അത് ഒരിക്കലും കഴിയില്ല. എന്നെ ഒരു മൂങ്ങ സന്യാസി ശപിച്ച് കലണ്ടറിൽ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ചിത്രത്തോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ സന്യാസി എന്നെ വീണ്ടും കണ്ടാൽ? ഒരു സന്യാസിയും ഇവിടേക്ക് വരില്ല. വരുമ്പോൾ നമുക്കപ്പം നോക്കാം. അങ്ങനെ സുന്ദരി മുയൽ സമ്മതിച്ചു. മുയലിന് ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു. മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോന്നു.
അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 2 കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ്. ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ്. രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനിറച്ചി വേണം പോലും. ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു. ഒരിടത്ത് പോലും കാണാനില്ല. മാനില്ലാതെ മടങ്ങിപ്പോയ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു മാനിനെ ഞാൻ തരാം. അവൾ വായുവിൽ കൈ കറക്കി നീട്ടി. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഭടന്മാർക്ക് സന്തോഷമായി. അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹായ്, എന്തു രുചി! ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി, ഈ മാനിനെ? ഭടന്മാർ കാര്യം പറഞ്ഞു. ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു. എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം. വേഗം പിടിച്ചുകൊണ്ടുവാ. മഹാരാജാവേ, ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എങ്ങനെ കൊണ്ടുവരും പ്രഭു? ശരിയാണ്, അത് രാജനീതിയല്ല. അതിനൊരു പോംവഴിയുണ്ട്. ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം, അത്ര തന്നെ. അതെങ്ങനെ? വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും കാരണം വേണം. എന്ത് കാരണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ 4 നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത്? ആലോചിക്കണോ? സോറി പ്രഭു, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം. അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം. അങ്ങനെ ആവട്ടെ. എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു, നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം. പന്തയത്ത് തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല, കേട്ടല്ലോ? പാവം മുയൽ. രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട്, തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് കേൾക്കണോ? നാളെ രാജാവ് എന്നെ നാട് കടത്തും. എന്തിന്? നാളെ രാജാവുമായി ഒരു കുതിരപ്പന്തയം വേണമത്രേ. അതിന് നമുക്ക് എവിടെ ഈ കുതിര? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ നാളെ നിങ്ങളെ നേരത്തെ വിളിച്ചുണർത്താം. അങ്ങനെ മുയൽ മനസ്സില്ലാ മനസ്സോടെ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വെളുത്ത കുതിരയെ ഉണ്ടാക്കി. അങ്ങനെ നേരം വെളുത്തു. പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത്. രാജാവ് കൊട്ടാരത്തിന് പുറത്തു വന്ന് കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു. രാജാവും ഭടന്മാരും പകച്ചുപോയി. അങ്ങനെ പന്തയം ആരംഭിച്ചു. രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ട് പായുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത്? അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. പ്രഭു, അപ്പൊ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത്. ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ. കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു. രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി ചുണ്ടൽ
മാമേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. അമ്മ തന്നോട്ടം അതുപോലില്ല വേറൊരു നേട്ടം. അമ്മിന്നപ്പാലും തേൻമൊഴിപ്പാട്ടും മാറിൻ ചൂടിലെ താരാട്ടും എന്നെന്നും ഓർമ്മകളായി ചേരാനായി എന്നുള്ളിൽ നേരിൻ മൊഴികൾ നൂറുണ്ടേ. അമ്മക്കായി പകരം ഞാൻ എന്തെല്ലാം ചെയ്താലും ആവില്ലൊന്നും തുല്യമതായി. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. കണ്ണാരം പൊത്താനും മണ്ണപ്പം ചുടുവാനും താപ്പാന കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിലുണ്ടേ പൊന്നമ്മ. കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ. ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കുഞ്ഞി
പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു കുരങ്ങൻ ഭാഗവതർ ജീവിച്ചിരുന്നു. ആ കാട്ടിലെ വലിയ പാട്ടുകാരനായിരുന്നു കുരങ്ങൻ ഭാഗവതർ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനും വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസാധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. അരേ വാ, എന്താ താളം, എന്താ ഭാവം. അല്ല, ആരിത്? എന്താണ് ഈ പാവം ഭാഗവതരുടെ വീട്ടിലേക്കൊക്കെ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമോ? അതെന്താ ഭാഗവതരെ അങ്ങനെ ഒരു വർത്തമാനം? പണ്ട് നടന്നതൊന്നും അത്ര എളുപ്പം മറക്കുന്നവനല്ല ഈ കുരങ്ങൻ ഭാഗവതർ. അത് വിവരമില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞുവെന്ന് വെച്ച് ഭാഗവതർ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ഞാൻ പണ്ട് മഞ്ചാടിപ്പാറയുടെ മുകളിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കളിയാക്കി വിട്ടവരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ നാട് വിട്ടത് കൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ഒന്നും മറക്കില്ല രാമ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ കുരങ്ങുകൾക്ക് മരത്തിൽ കയറി മലക്കം മറിയാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? പാടാൻ അറിയാമെന്ന് മനസ്സിലായി, മലക്കം അറിയാൻ അറിയോ? കാണട്ടെ. ഏതാ ഇവൻ? എന്റെ മകനാണ്, കുറച്ച് വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. ഭാഗവതരുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനോ? അതെ, പറ്റില്ല എന്ന് മാത്രം പറയരുത്. മഹാവികൃതിയും കുസൃതിക്കാരനുമായ ഇവനെ മിടുക്കനാക്കി എടുക്കാൻ അങ്ങയ്ക്ക് സാധിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങയുടെ പാട്ടും കൂടിയായ പിന്നെ അവനെ തോൽപ്പിക്കാൻ ഈ കാട്ടിൽ ആർക്കും കഴിയില്ല. അല്ല, അത് ഈ കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിനക്ക് വേറെ ഒരു കാര്യം അറിയാമോ? ഇല്ല, എന്താ? 12 കൊല്ലം കുഴലിലിട്ട് നിവരാത്ത ഒരു നായയുടെ വാൽ ഞാൻ എന്റെ ഒറ്റ പാട്ടുകൊണ്ട് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഓ, ഭയങ്കരം തന്നെ. പാട്ട് കേട്ട് നായ വടിയായി കാണും, അപ്പോ വാല് വടി പോലെ നിന്നു. ഇതല്ലേ സത്യം? യവനെ ഞാൻ ക്ഷമിക്ക് ഭാഗവതരെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവന് മഹാവികൃതിയാ. ഭാഗവതർ തന്നെ വേണം ഇവനെ നന്നാക്കി എടുക്കാൻ. സ്വന്തം കുഞ്ഞിനെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പോവുക. ആമക്കുട്ടനെ ഒരു ശിഷ്യനായി ഞാൻ ഇവിടെ നിർത്തി അവനെ മിടുക്കനാക്കുന്ന കാര്യം ഈ ഭാഗവതർ ഏറ്റു. എന്താ പോരെ? ഇതും പറഞ്ഞ് അച്ഛനാമ അവിടെ നിന്നും നടന്നുപോയി. അച്ഛൻ തന്നെ തനിച്ചാക്കി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു നമ്മുടെ ആമക്കുട്ടൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പണിയെടുത്ത് മടുത്തു. രാവിലെ തന്നെ ഒരു ലോഡ് പണിയും തന്ന് ക്ലാസ് എടുക്കാനെന്ന പേരിൽ ഇവിടെ നിന്ന് എന്നും മുങ്ങുന്ന കുരങ്ങൻ ഭാഗവതരെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യ ഇങ്ങനെ ചത്ത് പണിയെടുക്കാൻ. വീട്ടിലായിരുന്നേന് ഇപ്പൊ കളിച്ച് നടക്കാമായിരുന്നു. എന്താടാ ആമക്കുട്ട, പണിയെടുക്കാതെ ഒരു കുശുകുശുപ്പ്? ആശാൻ എന്താ എന്നും ഇത്ര താമസിക്കുന്നത്? ആ, അത് പിന്നെ ഓരോ വീട്ടിലും ഓരോ സമയത്തല്ലേ ക്ലാസ്, പിന്നെ അവരുടെ സൽക്കാരം, അങ്ങനെ അങ്ങനെ. ഓ, അപ്പൊ മൂക്കറ്റും കയറ്റിട്ടാ വരുന്നത് അല്ലേ? ഞാനിവിടെ ഒരാൾ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി, അറിയാമോ? എന്താ ഈ ഭരണിയിൽ? എനിക്ക് കഴിക്കാനുള്ളത് വല്ലതുമാണോ? ആ, ഏയ് അല്ലല്ല. എന്തായാലും നീ ഇതിൽ തൊട്ടു പോരുത്. എന്നാലും
പോയി വൈകുന്നേരം വരാം. പറഞ്ഞ പണികളെല്ലാം ഞാൻ വരുമ്പോഴേക്കും തീർത്തു വെക്കണം. അതൊക്കെ ഞാൻ ചെയ്തു വെക്കാം ആശാനെ. പക്ഷേ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് കാര്യം? ആ ഭരണിയിൽ എന്താണ് നല്ല മണമുണ്ടല്ലോ. ഇന്നലെ കരടിച്ചേട്ടൻ തന്നത് ഈത്തപ്പഴമാണെന്ന് ഇവൻ അറിഞ്ഞ കുഴപ്പമാണ്. വരുമ്പോഴേക്കും ഭരണി കാലിയായിരിക്കും. ആ ഐഡിയ. എടാ, ഇത് കുറച്ച് വിഷക്കായികളാണ്. വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പാമ്പ് വേലായുധൻ ഏൽപ്പിച്ചതാ എന്നെ. ഇന്ന് രാത്രി ഇതുവഴി പോകുമ്പോൾ കൊണ്ടുപോയി കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇതിൽ തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞത്. ദൈവമേ, പറഞ്ഞത് നന്നായി. ഞാനിപ്പോ അതെടുത്ത് കഴിച്ചേനെ. ഇനി എന്തായാലും അതിന്റെ അടുത്തേക്ക് പോലും ഞാൻ പോകില്ല. ഗുഡ് ബോയ്. എന്നാൽ ഞാൻ പോട്ടെ. ഇതും പറഞ്ഞ് കുരങ്ങൻ ഭാഗവതർ നടന്നുപോയി. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഈ പാമ്പ് വേലായുധൻ എങ്ങനെയാ വിഷക്കായകളെ കൊണ്ട് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും ഭരണി തുറന്ന് ആ വിഷക്കായകൾ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഹായ്, ഈത്തപ്പഴം. അട കള്ളം ഭാഗവതരെ, എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇനി എന്തായാലും ഇതിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും ഭാഗവതർക്ക് കൊടുക്കില്ല. ഞാൻ മുഴുവനും കഴിക്കും. അയ്യോ, ഇനി ഭാഗവതർ വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? എല്ലാം തീർന്നല്ലോ. ഐഡിയ. കുരങ്ങൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആമക്കുട്ടൻ തറയിൽ ബോധം കെട്ടതുപോലെ കിടന്നു. ഇത് കണ്ടുവന്ന കുരങ്ങൻ ഭാഗവതർ ഞെട്ടി. മോനെ ആമക്കുട്ട, ആമക്കുട്ട, എന്ത് പറ്റിയടാ? എന്നോട് പൊറുക്കണം. ആ വിഷക്കായകൾ കഴിച്ച് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. എന്ത്? അത് മുഴുവൻ നീ കഴിച്ചോ? അതെ ആശാനെ, മുഴുവൻ ഞാൻ കഴിച്ചു. ഞാൻ ഇപ്പോ മരിക്കും. എന്നോട് ക്ഷമിക്കൂ. യവനെ ഞാൻ. അയ്യോ, തല്ലല്ല ആശാനെ. വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാഞ്ഞിട്ടാ. സോറി. സാരമില്ല, എല്ലാം എന്റെ തെറ്റാണ്. അത് ഈന്തപ്പഴമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒന്നെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നിന്നോട് ഞാനത് വിഷക്കായികളാണെന്ന് കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് യോഗമില്ലാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. അത് നിന്നോട് കൂടി പറയുകയാണ്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല.